അല്ല അത് പക്ഷെ ആർക്കാ തിരിച്ചടിയെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നേരത്തെ ഇത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഒരു ഡിവിഷൻ ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്ന അവർ പൂർണ്ണമായിട്ടും ഓരോ ഘട്ടത്തിലും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ മറ്റ് കോടതികൾക്ക് സാധാരണഗതിയിൽ ജാമ്യം കൊടുക്കുമ്പോൾ ജാമ്യത്തിൻ്റെ തത്വങ്ങളാണ് പരിശോധിക്കുക, ജാമ്യം കൊടുക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഗവൺമെൻറ്റിനോട് ചോദിച്ചാൽ തന്ത്രി കുറ്റക്കാരനാണോ അതോ കുറ്റക്കാരനല്ലയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കത് സംബന്ധിച്ച് യാതൊരു നിലപാടുമില്ല. കാരണം കേസിൻ്റെ ഒരു കാര്യവും സർക്കാരിൻ്റെ മുൻപിൽ വരുന്നില്ല. അത് പൂർണ്ണമായിട്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അത് ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കി, അവർ പരിശോധിക്കുന്നു. ഓരോ ഘട്ടത്തിലും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ കോടതിക്ക് ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ചില പരാമർശങ്ങൾ ഞാൻ അന്നേ പറഞ്ഞു, സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ മാത്രം നടത്താൻ കഴിയാവുന്ന പരാമർശങ്ങളാണ്. കാരണം ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു കേസിൽ അതിൽ കുറവുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് മുകളിലുള്ളൊരു കോടതിക്ക് മാത്രമേ. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞിരുന്നു, വിജിലൻസ് കോടതിയിൽ സുപ്രീം കോടതിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം സാധാരണ ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ തോന്നും. അപ്പോൾ യഥാർത്ഥത്തിൽ തിരിച്ചടി വിജിലൻസ് കോടതിക്കുള്ളതാണ്. അവരവരുടെ അധികാരപരിധിക്ക് അപ്പുറത്തേക്ക് ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. അതെല്ലാം സ്വാഭാവികമായിട്ട് നടപടിക്രമങ്ങളാണ്. പക്ഷെ ആ ഘട്ടത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നായിരിക്കും ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടിട്ടുണ്ടാവുക. അത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, അവിടെ ജില്ലാ സെക്രട്ടറിയാണ് മറുപടി പറഞ്ഞല്ലോ. നമുക്ക് ഇതിൽ നിന്നാന്നില്ലേ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ മുതിർന്ന നേതാക്കളാണ് പാർട്ടി വിടുന്നതിൽ പലരും. പിന്നെ കുറച്ച് മുതിരുമ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങൾ വരാം. അതിപ്പോൾ അവിടുത്തെ ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ അതാതിടങ്ങളിലാണെങ്കിൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും നാം കാണേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല മികവാർന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി മുന്നണി ഒറ്റക്കെട്ടായി വരുന്നു. ഒരു ഭരണത്തിലുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടാകാം. എന്നാൽ അപ്പുറത്തേക്കുള്ളൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ തർക്കങ്ങൾ ഇവരെ പോലൊരു മുന്നണിയുടെ ഒരവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അത് കേരളം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സംവിധാനമാണ് UDF എന്ന് വ്യക്തമാക്കുമ്പോഴാണ് ഇപ്പോൾ അവർക്കിടയിൽ നടക്കുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും നമ്മളെല്ലാവരും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അതാതിടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവർ പരിശോധനയ്ക്ക് ശേഷം നിങ്ങളോട് തന്നെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വം അത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തി കഴിഞ്ഞു. ഒരു കാര്യം കൂടി, അതായത് ഈ എറണാകുളത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില മുതിർന്ന നേതാക്കളുടെ പേര് താങ്കൾ ഇടപെട്ട് വെട്ടി ഇപ്പോൾ ഇനി വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. അതിപ്പോൾ മനോരമയുടെ അല്ലേ, അവരിപ്പോൾ എന്തെങ്കിലും കണ്ടെത്തി കൊടുക്കാതെ ആർക്കെങ്കിലും കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തോന്നും. നിങ്ങൾ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചു അതിൻ്റെ കാര്യങ്ങളല്ല, അത് അവരല്ലേ തീരുമാനിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.